പ്രഭാഷണം ശ്രമിക്കുന്നതിന് വേണ്ടി ഈ മഹത്തായ വിജ്ഞാന സദസ്സിലും ഇതിന്റെ പരിസരങ്ങളിലും ഇന്നത്തെ സംവിധാനങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുമായ സ്നേഹാദരണീയരായ ബഹുമാനികളെ, നല്ലവരായ ദീനീ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, കോഴിക്കോട് സൗത്തിന്റെ കീഴിൽ ഈ ഒറ്റോടി മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ വളരെ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശം സ്വീകരിച്ചുകൊണ്ട് അഥവാ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻഗാമിയായ സലഫുകളുടെ മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കണിശമായ ആദർശം സ്വീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇവിടെ വ്യത്യസ്ത മേഖലകളിൽ ദഅവാ പ്രവർത്തനങ്ങളുമായി പ്രബോധനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള ഭിന്നതകളോ അനൈക്യങ്ങളോ ഇവിടെ ഈ ദീനിനെ, ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുകാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില ഭൗതിക താൽപര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില നിഗൂഢമായ അജണ്ടകൾ ആരുടെയൊക്കെയോ താൽപര്യങ്ങൾക്ക് വിസമ്മതമായിക്കൊണ്ട് ഈ കേരളത്തിൽ നിർബന്ധമായും ഇറക്കുമതി ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരേ ഐക്യത്തോടുകൂടി ചിത്രമില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ അത്തോട് മണ്ഡലത്തിൽ സഹോദരങ്ങളെ ചില ആളുകൾ വന്നുകൊണ്ട് വഹീകൾക്ക് നേരെ ശുൽക്കാരോപണം ഉന്നയിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ആദർശ പ്രബോധന രംഗത്ത് നിസ്വാർത്ഥമായി നിലനിൽക്കുന്ന പണ്ഡിതന്മാർക്കുമേലെയും പ്രവർത്തകന്മാർക്കുമേലെയും അന്ധവിശ്വാസങ്ങൾ അവരുടെ മുതുകിൽ ചാർത്തിക്കൊണ്ട് അവരെ നവപ്രാർത്ഥികളെന്നും നവയാഥാർത്ഥികളെന്നും വിളിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായി. ആ പരിപാടിയെ കാര്യമായി ഈ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള അബ്ദുൽ ഖാദി സാഹിബും അതുപോലെ തന്നെ ചില ആശംസ അർപ്പിച്ചിട്ടുള്ള ആളുകളുമൊക്കെ തെറ്റിദ്ധരിച്ചതുകൊണ്ടോ അല്ല ഇനി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടോ എന്നറിയില്ല, മുജാഹിദുകൾക്കിടയിൽ ഒരുപാട് നുണപ്രചരണങ്ങളാണ് സത്യത്തിൽ നടത്തിയിട്ടുള്ളത്. പിന്നീട് അതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും മുവാഹിദുകളെ മുസ്ലിമാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ 1400 ചിലാനം കൊല്ലങ്ങളായി മുസ്ലിം ലോകം സ്വീകരിച്ചു വരുന്ന സലഫിയത്തിനെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള അനസ് മുസ്ലിയാർ തന്റെ കൈകളിലുള്ള റെഡിമേഡ് ക്ലിപ്പുകളുമായി വന്ന് എല്ലായിടത്തും നടത്തുന്ന ഒരു സ്വരാഷ്ട്ര നാടകം കളിച്ച് ചില സാധാരണക്കാരായ മുജാഹിദുകളെ വിശ്വാസിലാക്കി കടന്നുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട്
പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായി മറുപടി പറയുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോയി എന്നാണ് കാര്യമായി ഇവിടെ വന്ന അനസ് മുസ്ലിയാർ ക്ലിപ്പിട്ടുകൊണ്ട് നമുക്ക് നേരെ ആരോപിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനിയായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ ഒരുപറ്റം പണ്ഡിതന്മാരും അതുപോലെ തന്നെ അവരെ നയിക്കുന്ന നേതാക്കന്മാരും അതുപോലെ അണികളും മാരകമായ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ജിന്നുവാദം കൊണ്ടുവരിക വഴി അവർ ശിർക്കിലും ഖുറാഫാത്തിലും അകപ്പെട്ടിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടത് എ.പി. അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. പക്ഷേ ഈ എഴുന്നിക്കൽ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണം ശ്രദ്ധിച്ചിട്ടുള്ള ഏത് ആളുകൾക്കും വ്യക്തമായി കേൾക്കാൻ സാധിച്ചതെന്താണ്? ഇസ്ലാമിക് പ്രസ്ഥാനം ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഉണ്ടാക്കിയ നവോത്ഥാനങ്ങളെപ്പറ്റി പറയുകയും അങ്ങനെ ഒരു ചെറിയ പ്രഭാഷണം നടത്തി ആ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതല്ലാതെ ഒരക്ഷരം പോലും സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇന്ന് ഒരു വിഭാഗം ഇതായിപ്പോ ജില്ലകളെ നേടാമെന്ന് വാറാരും അത്തരത്തില്ല. എന്തേ പറയാതിരുന്നത്? സഹോദരങ്ങളെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ഒരാളും പോയിട്ടില്ല എന്ന വളരെ വ്യക്തമായ യാഥാർത്ഥ്യം ആ പണ്ഡിതന് അല്ലെങ്കിൽ ആ നേതാവിന് അറിയാമെന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വേദികളിലും അത് പറയാതിരുന്നത്. പിന്നെ പറയുവാൻ വേണ്ടി സ്ലിപ്പും കൊടുത്ത് തുമ്പിയെ കല്ലുകൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ നിർബന്ധിച്ച് എഴുതിക്കൊടുത്ത് പറയിപ്പിക്കുമ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ നിർബന്ധിതമായി ചില തലമുതിർന്ന നിരച്ച പണ്ഡിതന്മാര് പറയുന്നു എന്നതല്ലാതെ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു വാദത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല എന്നുള്ളത് വ്യക്തമായി അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഈ പ്രദേശത്ത് പോലും എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഒരക്ഷരം പോലും ആ വിഷയത്തെപ്പറ്റി പറയാതെ പോയത് എന്ന് ആമുഖത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്കറിയാം സലഫി ആദർശം അജയ്യമാണ്. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ അത് കേവലം കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. തൃപ്തിപ്പെട്ട മതമായ അല്ലാഹു തആല അതിന് നമുക്ക് നൽകി. ആ നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഇസ്ലാം വളരെ മനസ്സിലാക്കുവാനുള്ള ഒരു മാർഗം അല്ലാഹു തആല വ്യക്തമായി സഹോദരങ്ങളെ ഇവിടെ ഇതാ അവസ്ഥയെ പിന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. വ്യക്തമായ ഒരു പാതയിലായുടെ റസൂലിലൂടെ വിറ്റച്ചു പോയിരിക്കുകയാണ്. അതാണ് റസൂൽ പറഞ്ഞ് കറക്റ്റത്തുമ്മൽ നഹ്ജത്തിൽ വരിക പ്രകാശപൂരിതമായ ഒരു തെളിഞ്ഞ പാതയിലാണ് നിങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നത്. അതിന്റെ ആള് പകലിനെ പോലെ പ്രശോഭിതമാണ്. ഹിദായത്ത് നഷ്ടപ്പെട്ടവരെയാണ് ഒരിക്കലും തന്നെ നിന്ന് വൈവച്ചു വരികയാണ്. അപ്പോൾ അത്ര കൃത്യമായ ഒരു പാത ഇവിടെയുണ്ട്. ആ പാതയിലാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പാത നിങ്ങൾ കൃത്യമായി മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിലൂടെ വ്യക്തമാക്കി തന്നു. എന്റെ കാലശേഷം സ്വഹേബത്തെ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ദീനിൽ ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ, ധാരാളം ചിന്താധാരകൾ മുളകിട്ടും വ്യത്യസ്ത കക്ഷികളുണ്ടാകും, പുതിയ പുതിയ വാദങ്ങൾ അവതരിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ മേഖല വലിയവശപ്പെടുമ്പോ ആശയക്കുഴപ്പത്തിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിലേക്കും തിരിച്ചു വരിക, നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങുക. ഏതാണ് സുന്നത്ത് സഹോദരങ്ങളെ? അവരവർ ആയത്തോതി ഹദീസും ധരിച്ചുകൊണ്ട് സ്വയം അർത്ഥം പറയുകയും സ്വയം വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന
സുന്നത്താണോ? ആ ഖുർആൻ സുന്നമാണല്ല. റസൂലുള്ള പറഞ്ഞിരുന്ന സുന്നത്തിൽ ഖുലഫാഉ റാഷിദീൻ മഹ്ദിയ്യീൻ, സത്യരായ സലഫ് സാലിഹ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ കേൾക്കുകയും അതിനെ ഒരു ഇഞ്ച് കൂട്ടാതെ കുറയ്ക്കാതെ, അതിനെ സഹോദരങ്ങളെ നീട്ടാതെ ചുരുക്കാതെ അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചുകൊണ്ട് അത് ആചരിച്ചുകൊണ്ട് അത് കൃത്യമായി ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്ന ആ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന എന്റെ ആ ഖുലഫാഇന്റെ മാർഗം നിങ്ങൾ പിൻപറ്റുക. അതിന് നിങ്ങൾ അണപ്പല്ല് ചേർത്ത് കടിച്ചു പിടിക്കുക. സഹോദരങ്ങളെ, ആ ഒരു മാർഗം കടിച്ചു പിടിച്ചുകൊണ്ട് ലോകത്ത് എക്കാലത്തും മുസ്ലിം സമൂഹത്തിൽ ഒരു സംഘം ബാക്കിയായിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ സമൂഹത്തിൽ ഇന്ന് ഒരു സംഘം ഉണ്ടായിക്കൊണ്ടേയിരിക്കോ, അവർ ഹക്കിന്റെ മേലായിരിക്കോ, സത്യത്തിന്റെ മേലായിരിക്കോ, അഥവാ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൽ ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങളുമായി വന്നാലും ഈ സലഫി ആദർശം അസംഖ്യമാണ്, അതിനെ തകർക്കാൻ കഴിയില്ല. കാരണം അത് റബ്ബിന്റെ അലംഘനീയമായ സുന്നത്താണ്. അത് കൃത്യമായി ഇവിടെ നടപടിക്രമമാണ്. അത് നിലനിൽക്കൽ അനിവാര്യമാണ്. കാരണം ഈ ഒരു നിരുവനാണില്ല, ഈ ഒരു ഏതെണ്ണം അവതരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഖിയാമം വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിലെത്താൻ, നരകത്തിൽ രക്ഷപ്പെടാൻ, ഇഹലോക ജീവിതത്തിൽ സ്വസ്ഥമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാഹു തആല റസൂലുള്ളാഹിയോട് നൽകിയ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടന, നമ്മുടെ ജീവിതത്തിന്റെ ആധാരം വിശുദ്ധ ഖുർആനും തിരുസുന്നത്ത്, അതിനെ മനസ്സിലാക്കിയ മഹാന്മാരായ സ്വഹാബത്തിന്റെ ആ സലഫി മാർഗവും സഹോദരങ്ങളെ ഇവിടെ നിലനിൽക്കും. ആ നിലനിൽക്കുന്ന ആദർശം കൃത്യമായിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ കൊണ്ടുപോകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ മുജാഹിദ് സ്ഥാനത്ത് ഇതുവരെ ഒരു വ്യതിയാനവും സംഭവിക്കാത്ത, നിലപാടുകൾ മാറ്റാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെയുള്ള നിഷ്കളങ്കരായ പ്രവർത്തകരുമാണ്. എന്നാൽ അവർക്ക് നേരെ ശിർക്കാരോപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനവധി ആളുകൾ ഈ കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ട്. സയ്യിദ് സലാഹുള്ള മസ്ജിദങ്ങൾക്ക് നേരെ ആദ്യകാലത്ത് തന്നെ കുഫറും ശിർക്കും ആരോപിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ 1924 അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന അജണ്ടയിൽ പടുത്തുയർത്തിയപ്പോൾ അന്ന് മുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ആരോപണങ്ങളും ത്വരീഖത്തുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും സമസ്തയിലെ പുരോഹിതന്മാരും ഒക്കെ നമുക്ക് നേരെ ആരോപിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളുടെ ആ പഴയ പകർപ്പ് ഒരു പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ഈ മഹത്തായ പ്രസ്ഥാനത്തെ തങ്ങളുടെ ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ കൊണ്ടുപോവുകയും അതിനു വേണ്ടി ഒരു പുതിയ ആരോപണം ഉണ്ടാക്കിക്കൊണ്ട് ഈ കേരളത്തിലുടനീളം കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേന്ദ്രത്തിന്റെയും വേദി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സംഘം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കുറ്റചരണങ്ങളിൽ അകപ്പെട്ടുപോയവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ യഥാർത്ഥത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നാൽ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയില് കാര്യമായി ഇവിടെ നമ്മുടെ അബ്ദുൽ ഖാദിർ ഹാജി സാഹിബ് സഹോദരങ്ങളെ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള ആ പ്രഭാഷണത്തില് അദ്ദേഹം കാര്യമായി പറഞ്ഞിട്ടുള്ളതും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തില് ശിർക്കിലേക്കുള്ള ഒരു പുതിയ കവാടം 2007 തുറന്നു വെച്ചു എന്നാണ്. അഥവാ തൗഹീദിന്റെ അക്ഷരശബ്ദം എന്നറിയപ്പെടുന്ന ആ സലഫി ആദർശത്തിന്റെ വൈദികളുടെ കണ്ടകോടാണ് എന്നറിയപ്പെടുന്ന ഇസ്ലാഹ് മാസികയുണ്ടല്ലോ, അതിന്റെ തകർച്ച കാത്തുകൊണ്ടിരിക്കുന്ന അനവധി ആദർശ വൈദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് ഏണി വെച്ചു കൊടുത്തുകൊണ്ട് ആ ഇസ്ലാഹ് മാസികയിലേതാ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം തകർക്കുന്ന പ്രബോധന മേഖലയിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ പുത്തൻവാദം അവതരിപ്പിച്ചുകൊണ്ട് ശിർക്കിലേക്ക് മുജാഹിദിനെ കൊണ്ടുപോയി എന്നാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ പലരും ആരോപിച്ചത്. ആ ആരോപണം കേട്ട് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണോ അല്ല ആ ആരോപണം നടത്തി പ്രസ്ഥാനങ്ങൾ നശിപ്പിക്കുന്ന കോക്കസിൽ വളരെ ആത്മാർത്ഥമായി അംഗമായതുകൊണ്ടാണ് ബഹുമാനായ നമ്മുടെ കാതരാജ്യങ്ങളെ പറഞ്ഞു എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ആരോപണമാണ് ഇവിടെ ആദ്യമായി ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഒന്നാമത് നമുക്ക് ആരോപണത്തിന്റെ വസ്തുത കൃത്യമായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട്
അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് ആ ആരോപണം പറഞ്ഞത് ഇവിടുത്തെ പ്രഭാഷണമാണ്, നമ്മളത് ഓഡിയോ റെക്കോർഡ് ചെയ്തതാണ്. അത് കൃത്യമായി കൊണ്ട് നിങ്ങൾ ഒന്ന് കേൾക്കുക. 2007 ഏപ്രിൽ മാസം ജപ്പാനിൽ ഈ ലേഖനം എഴുതി ഇരിക്കുന്ന ബഹുമാനായ നേതാവ് വളരെയധികം പ്രശ്നത്തോടു കൂടി പറഞ്ഞു, ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞു, ഹാജി എന്റെ ഇസ്ലാമി ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിച്ച വിഷമം ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞത്? ഇരിക്കുന്ന നമ്മുടെ നേതാവ് അബ്ദുൽ ഖാദർ പറഞ്ഞു, ഞാൻ ഇന്ന് അനുഭവിച്ച വിഷമം ഖാദറാജി ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല. സഹോദരങ്ങളെ, 2007 ഖാദറാജിയോട് അബ്ദുൽ ഖാദർ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വർഷം പിന്നീട് നമ്മുടെ ജനറൽ സെക്രട്ടറി 10,000 സാക്ഷി നിർത്തിയ വേദിയിൽ പങ്കെടുത്തു. എവിടെയെങ്കിലും ഖാദറാജിനോട് പറഞ്ഞാൽ അതൊക്കെ നമ്മളോടൊന്നും പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞ കേട്ടങ്ങളോടെങ്കിലും ഇല്ല. അപ്പൊ അത് നുണയാണോ അല്ല സത്യമാണോ? ആ കാര്യം നിങ്ങൾക്ക് വിട്ടുതന്നു. ഇനി അതൊന്നുമല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം വന്നുപോയല്ലോ, ബഹുമാനായ നമ്മുടെ ജനറൽ സെക്രട്ടറി. പ്രായാധിക്യം കൊണ്ട് ദീർഘമായി സംസാരിക്കാൻ കഴിയില്ല, വിഷയങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ആരോഗ്യക്കുറവുണ്ടാണ് എന്ന് പറഞ്ഞു. എന്നെങ്കിൽ ഇത് പറയാൻ അധികം സമയം പോകണം. നമ്മുടെ കുട്ടികൾ ശരിക്കിലേക്ക് പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണം. പറഞ്ഞോ? ഒരക്ഷരം പറഞ്ഞോ? ഇല്ല. പിന്നെ സഹോദരങ്ങൾ, ഇത് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ഇറക്കാൻ പറ്റും? മാസി കേട്ടോളൂ. നിങ്ങൾ അദ്ദേഹത്തിനടുത്ത് പോകുന്നുണ്ട്, അദ്ദേഹത്തിനോട് കാര്യം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബഹുമാനായ ഹുസൈൻ സലഫി എന്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും കുട്ടിക്കൊണ്ട് കല്ലോമ്പലിനെയും കുട്ടിക്കൊണ്ട് ജവാഹുലിന്റെ വീട്ടിൽ പോയി വളരെയധികം വേദനയോടുകൂടി പറഞ്ഞു, അനുസൂലനുണ്ട്, നാണിയാജിയുണ്ട്. സംസാരിച്ച് വൈകുന്നേരമായപ്പോൾ ഹുസൈൻ സലഫി പറഞ്ഞു, അദ്ദേഹം യാതൊരു നിലത്തും വരകൊണ്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ചർച്ച നടത്താം, അദ്ദേഹം മാത്രത്തെ വിളിപ്പിക്കാം. ഞാൻ മഞ്ഞ് പറഞ്ഞയച്ചു, അദ്ദേഹം മാത്രത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ കാര്യത്തിരുന്ന പള്ളിയിൽ വെച്ച് മഹിമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു, യഥാനമസ്കാരം കഴിഞ്ഞ് പിന്നെയും സംസാരിച്ചു. അവസാനം പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങൾ പറയുന്ന രീതിയിൽ. ഈവണം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നെല്ലാം ഇതായിട്ട് പ്രസ്ഥാനം. നിങ്ങളുടെ നേതാക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു നിർത്തിയ ഈ പ്രസ്ഥാനം നിങ്ങൾ ഈ വാക്കുകൾ കൊണ്ട്, നിങ്ങളെ വഴികൾ കൊണ്ട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർത്തു കൊടുത്തേ മതിയാവും. നിങ്ങൾ തീർത്തു കൊടുത്തോ എന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഹുസൈൻ സലഫിയും അബ്ദുറഹ്മാൻ സലഫിയും കൂടി അതിന് തിരിച്ചെഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് അനസ് മൗലവിയും ഹുസൈൻ സലഫിയും. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ അനസ് മൗലവിയും ഹുസൈൻ സലഫിയെയും ഏൽപ്പിച്ചു എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഖാദർ ഹാജി സാഹിബ് ഇവിടെ പറഞ്ഞെന്താ, 2007 ജനുവരിയിൽ ഇസ്ലാം മാസികയിൽ വന്ന അബ്ദുൽ സത്താർ മൗലവിയുടെ ലേഖനം അത് യഥാർത്ഥത്തിൽ ശിർക്കാണ്. അത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ തകർക്കുന്ന ഒരു അർബുദമാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഹുസൈൻ സലഫിയെയും കൂട്ടി പോയില്ല. സംസാരിച്ചിട്ട് ജബ്ബാർ മൗലവി ഒതുങ്ങുന്നില്ല. അവസാനം അദ്ദേഹം സലഫി വന്നു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, എനിക്കത് ശിർക്കായി തോന്നിയിട്ടില്ല. അപ്പൊ തിരുത്താൻ ഞാൻ തിരുത്തൂല, നിങ്ങൾ തിരുത്തുവാണെ കൊടുത്തോ. അങ്ങനെ ഇസ്ലാഹ് മാസികയിലെ എഡിറ്റർ ബോർഡിലെ ഹുസൈൻ സലഫിയെയും ഉൾപ്പെടുത്തി, അനസ് മുസ്ലിയാരെയും ഉൾപ്പെടുത്തി ഇവരിൽ തിരി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 2007 ഇതിന്റെ അപകടം അവർക്ക് മനസ്സിലായെങ്കിൽ പിന്നെ ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സഹോദരങ്ങളെ ഉടനെ ജംഇയ്യത്തുലമയിലെ ആ അകത്തളത്തിൽ നിന്ന് മാറ്റേണ്ടതല്ലേ? അനവധി സംവാദങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ പിൻബലത്തിൽ കേരളത്തിൽ നടന്നു. അതിലൊക്കെ കാര്യമായി ഈ പണ്ഡിതന്മാരുടെ കൂടെ ഉയർന്നിരുന്ന കിതാബിയായി ഇൽമ പകർന്നു കൊടുത്തിരുന്ന പണ്ഡിതരായി ഇവര് ഇരുത്തിയിരുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവിയാണ്. ഈ ശിർക്കിലേക്ക് സമുദായത്തെ കൊണ്ടുപോകുന്ന, ഈ മുജാഹിദ് പ്രസ്ഥാനത്ത് ഈ ഒരു അപകടത്തിലേക്ക് എത്തിക്കുന്ന ഈ ഒരു കരട് അന്നേ നീക്കിയിരുന്നെങ്കിൽ എന്നാൽ നിങ്ങളുടെ ഭാഷ പ്രകാരം ഈ പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്നാൽ നിങ്ങൾ ഇത്ര മാരകമായ ഒരാളെ കൊണ്ടു നടന്നത്? ഈ രൂപത്തിലേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ അദ്ദേഹം ഇതിനകത്ത് തന്നെ വേണമെന്ന് ദുരുദ്ദേശമായിരുന്നോ? ഇതൊക്കെ അതിന് ചിന്തിച്ചൂടെ? നമുക്ക് ചിന്തിച്ചൂടെ? അപ്പൊ സത്യത്തിൽ അതൊന്നല്ല സഹോദരങ്ങളെ. ആ ലേഖനത്തിൽ ശിർക്കില്ല എന്നും അത് ശിർക്കിലേക്കുള്ള ഒരു വിളിയാണമല്ല എന്നും വളരെ വ്യക്തമായി ഈ പോയ പ്രമാണിമാർക്കും പണ്ഡിതന്മാർക്കും ജബ്ബാർ മൗലവി പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തത്, ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്തത്. അതുകൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് അബ്ദുറഹ്മാൻ സലഫിക്കോ ഹുസൈൻ സലഫിക്കോ അതുപോലെ തന്നെ അനസ് മുസ്ലിയാർക്കോ അത് തിരുത്തിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രാമാണികമായി തെറ്റാതെ പറയാനോ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അവർ പത്തി മടക്കി സത്യം മനസ്സിലാക്കി തിരിച്ചു പോവുക ചെയ്തത്.
പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഇറങ്ങിയിട്ട് എല്ലായിടത്തും കളവ് പറയാം. ഇവിടെയും വന്ന് അനസ് മുസ്ലിയാണെന്ന് പറഞ്ഞു. എന്ത് ഞാനൊക്കെ ഈ വാദം ഏറ്റുപിടിച്ച ആളാണെങ്കിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അത്രയും ഞാൻ ജബ്ബാർ മോലിന്റെ അടുത്തേക്ക് പോകണമെന്നോ ജബ്ബാർ മോലിന്റെ അടുക്കലേക്ക് പോയതിന് ശിർക്കാന്ന് പറയാനല്ല, ഈ ലേഖനത്തിന്റെ ആശയം തെറ്റാണെന്ന് പറയാനല്ല. അല്ല സഹോദരങ്ങളെ, എന്താണെന്ന് വ്യക്തമായി ജബ്ബാർ മോലി പറഞ്ഞു തരും. അനസ് മുസ്ലിയാര് ഈ ഇപ്പോൾ ഇസ്ലാം മാസികയിലെ ആശയം തെറ്റാണെന്ന് ന്യായീകരിച്ച് നടക്കുമ്പോൾ, അതിന് വിമർശിച്ച് നടക്കുമ്പോൾ ആ വിമർശിച്ച് നടക്കുന്ന ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം. ജബ്ബാർ മോലി തന്നെ ആ സംഭവം അഥവാ ഇപ്പോൾ അബ്ദുൽ ഖാദിർ ജാലി വിശദീകരിച്ച ജബ്ബാർ മോലിയുടെ വീട്ടിൽ പോയി ഇരുന്നു ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്ന സംഭവം കൃത്യമായി ജബ്ബാർ മോലി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ വൈരുദ്ധ്യങ്ങളും ഇവർ യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശം എന്തിനായിരുന്നു എന്നുമൊക്കെ വളരെ വ്യക്തമായി ബോധ്യപ്പെടും. ആ ഭാഗം നിങ്ങൾ കേൾക്കുക. പറയാം ചില ആളുകൾ എന്താ വെച്ചാല് പണ്ട് ചോദിക്കുന്ന ആ വാദമായിരുന്നു, പിന്നെ മാറിയതാണ്. ആ വാദമാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ജബ്ബാർ മോലിയോട് സംസാരിക്കണോ? അവർ സംസാരിക്കുന്ന യഥാർത്ഥത്തിൽ അനുഭവം കുറെ എണ്ണം ശ്രദ്ധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോ ഏകദേശം സഫായി അല്ലെങ്കിൽ ശുഭ്രാമോ സഫായിന്നോ അതൊരു വാക്ക് ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. അവ്യക്തത എനിക്ക് വീങ്ങി എന്ന അർത്ഥത്തിൽ തന്നെ ആ ആശയത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അനക്ക് വളരെ എനിക്കിപ്പം ശുഭ്ര നീങ്ങി അവ്യക്തത നീങ്ങി എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ സംസാരത്തിലും ശ്രദ്ധിക്കാതെ വേറെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിന്റെ അന്ന് ദൈവികളെന്ന വീട്ടിന്റെ ഭാഗത്ത് ഉയർന്നതിന് മുമ്പാണ്. അപ്പൊ എയർപോർട്ടിന്റെ എല്ലാ കാഴ്ചയായി. പിന്നെ അദ്ദേഹം ആ ഭക്തിന് പോയി എന്നിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ വിമാനം ഇറങ്ങുമ്പോൾ അന്ന് വിമാനം കാണാത്ത ആളായതുകൊണ്ടല്ല, ആ അകലെ നിങ്ങളതിന്റെ സൈറ്റ് ഒരു രസമായിട്ട് കാണാൻ കഴിയുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെ അവസാനം പക്ഷെ അദ്ദേഹം ഇത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ചില കളവുകളുണ്ട്. രാവിലെ മുതൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രാവിലെ മുതൽ വീട്ടിലിരുന്ന് സംസാരിച്ച് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉച്ചമറ്റ രാവിലെ മുതൽ എന്ന് പറഞ്ഞത് തന്നെ ഒരു കളവാണ്. രാവിലെ വീട്ടിൽ വന്നിട്ടില്ല. ഏകദേശം രാവിലെ ഹുസൈൻ സലഫി, അതുപോലെ തന്നെ നമ്മുടെ ഖാദർ ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, അതുപോലെ തന്നെ നാണി ഹാജി, അതുപോലെ ഈ ഉള്ളവരും കൂടെ ചെന്ന് അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഷയം തിരിച്ചും മറിച്ചും ചോദിച്ചു. 3 മണി ആയിട്ടുണ്ടാവും അവർ വീട്ടിലെത്തി എത്തിയ സമയം. അങ്ങനെയാണ് ഞങ്ങൾ മുറ്റത്തി ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഖാദറാജി സൂചിപ്പിച്ച വിഷയമാണ് ഇപ്പൊ കൃത്യമായി നിങ്ങൾ അനസ് മുസ്ലിയാന്റെ വായിലൂടെ കേട്ടത്. അങ്ങനെ വ്യക്തമായിക്കൊണ്ട് എണ്ണിച്ചതാണ് അബ്ദുൽ ജബ്ബാർ മോലി. അങ്ങനത്തെ എത്ര വൈരുദ്ധ്യമാണ് അനസ് മുസ്ലിയാന്റെ വാക്കിൽ നിങ്ങൾക്ക് ബോധ്യമില്ലേ? രാവിലെ ഞങ്ങൾ പോയില്ല, അദ്ദേഹം പറഞ്ഞു 3 മണിക്ക് ശേഷം അവർ വന്നതാണ്. സഹോദരങ്ങളെ, വന്ന സമയവും അതുപോലെ തന്നെ പോയ ടൈമൊന്നല്ല ഇവിടെ നമ്മുടെ മർമ്മം. മറിച്ച് മർമ്മം എന്താണ്? ഈ വിഷയത്തിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ജബ്ബാർ മോലി വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. മുസ്ലിയാക്കന്മാരും അതുപോലെ മടവൂർ വിഭാഗവും ഈ ഇസ്ലാം മാസികയിലെ ലേഖനത്തിലെ ചില വാചകങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് മുജാഹിദുകളിൽ ആ ശിർക്കിലേക്ക് പോയി അവർക്കിനി സമൂഹത്തിൽ തൗഹീദ് പറയാനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് നിലനിൽപ്പ് തേടിക്കൊണ്ടിരിക്കുന്ന മടവൂലികൾക്ക് ഒരു ജീവവായു എന്ന നിലയ്ക്ക് ഇസ്ലാം മാസിക അവർ ദുർവിനിയോഗം ചെയ്തതായിരുന്നു. പക്ഷെ അനസ് മുസ്ലിയാർ അടങ്ങുന്ന ടീം പോയി അനസ് മോലിയോട് വളരെ കൃത്യമായിട്ട് അബ്ദുൽ ജബ്ബാർ മോലിയുടെ വിശദീകരണം കേട്ട് പെട്ടെന്ന് മുമ്പിൽക്കുണ്ടായി കാര്യം മനസ്സിലായി. കാര്യകാരണ ബന്ധം ഭൗതികം അതുപോലെ തന്നെ ഒരു വലിയൊരു തേറ്റം എപ്പോഴാണ് ശിർക്കാകുന്നത്, എപ്പോഴാണ് സഹാബർക്കന ഇതിനെ പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് പോകുന്നത് ഒക്കെ ബോധ്യമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? അനസ് മുസ്ലിയാരെ മുജാഹിദുകൾ കെട്ടിക്കൊടുത്ത വേദികളിൽ ആർജവത്തോടുകൂടി സഹോദരങ്ങളെ ആ ഇസ്ലാം മാസിക പൊക്കിപ്പിടിച്ച് ആ എന്ന് ദുർബലമായ ഹദീസാണ്, അതിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമുക്ക് നേരെ കുതിര കയറുന്ന അനസ് മുസ്ലിയാരിൽ നിന്ന് ഒരു കാലത്ത് ആ ഇബാദുല്ലാഹീനു എന്ന ഹദീസ് പൊക്കിപ്പിടിച്ച് ഈ ഇസ്ലാം മാസിക പൊക്കിപ്പിടിച്ച്
അതിൽ ശിർക്കില്ലെന്നും അതിൽ അഭൗതികതയില്ലെന്നും ആ രൂപത്തിൽ ശബ്ദം കേൾക്കുന്നിടത്ത് ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ വിചാരിച്ച് വിളിച്ചാൽ എന്ത് തെറ്റി എന്ന് ചോദിച്ചു പോയ ആളാണ് അനസ് മുസ്ലിയാർ. അറിയോ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അദ്ദേഹം പിന്നീട് മുജാഹിദ് വേദികളിൽ ആരോപണം അറിയിച്ചിട്ടുണ്ട്. ആ അറിയിച്ച നിങ്ങളൊന്ന് കേട്ടോളി. അപ്പൊ വരെ കാപട്യവും ഇവര് എന്താണ് കാര്യത്തിൽ ഇവരെ പരിപാടി നടത്തിയതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. കേട്ടോളൂ. അത് കുട്ടിങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാൻ നടന്നു ചെയ്യുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്ത് ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴികാഴ്ച എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമെങ്കിൽ അഭൗതിക മാർഗത്തിലെ സഹായിക്കപ്പെടില്ല. അതുകൊണ്ട് ശ്രമിക്കണ്ട. ഇത് പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയെ മുസ്ലിം സഹോദരനെ പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത് കണ്ടോ? ആ വാദം കൂട്ടിമാറ്റാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാം, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബോധികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നാ തെറ്റതിന്. ആ വാദത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കിട്ടിയത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അബോധികം എന്ന് പറഞ്ഞാൽ എന്താ? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാദം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദ് കൃത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ? ഇവർ പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവർ ചോദിക്കാൻ ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ മറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ വന്ന് അവിടെ വന്ന് നിന്നപ്പോ ഐസ് എന്ന് ചോദിച്ചില്ലേ? ഐസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ വിചാരിച്ച മറുപടി വരാം. വീണ്ടും ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യൂക്കും ആരാണാ സിംഗ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇത് പണ്ട് ചോദിക്കണേ. അന്ന് മുതൽ വിചാരിച്ച മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സഹോദരങ്ങളെ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അനസ് മുസ്ലിയാരും അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള ഈ പറഞ്ഞ ആളുകളൊക്കെ ഇവിടെ ഒത്തുകൂടിയപ്പോ പിന്നെ നമ്മുടെ മുജാഹിദ് പ്രവർത്തകരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചേണ്ട നടമൂലിസമാണ് യഥാർത്ഥത്തിൽ സലാഹിയും കേരളത്തിൽ കൊണ്ടുവന്നത്. ആ നവമൂലിസം ഖുറാഫാത്തിലേക്കാണ് കൂട്ടുവെക്കുന്നത്. അതിന്റെ ഭാഗമാണ് ജിന്നും പിശാചും ദുർബല ഹദീസും. അപ്പൊ കേൾക്കണമെന്നായിരിക്കും ഇതൊക്കെ സലാഹി വലിച്ചുകൊണ്ടതാണ്. മുജാഹിദിനെ കെട്ടിക്കൊടുത്ത വേദിയിൽ അനസ് മുസ്ലിയാര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം പ്രതികരിച്ചു കൊടുത്തപ്പോ പറഞ്ഞല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഈ ആരോപണങ്ങൾക്ക് മുജാഹിദ് മറുപടി കൊടുത്തിട്ടുണ്ട്. മുസ്ലിയാക്കന്മാർ ചോദിക്കും, യാ ഇബാദല്ലയെ സുലൈമാനിന്റെ മുമ്പിൽ ചെന്നുണ്ടായിരുന്നില്ലേ? ബൽക്കീസിന്റെ കൊട്ടാരം കൊണ്ടുവന്നിട്ടില്ലേ? അന്ന് മുതൽ മുജാഹിദ് മറുപടി കൊടുത്തിരുന്നു. അന്ന് മുജാഹിദ് അയച്ചില്ല ഈ മുസ്ലിയാര്. അള്ളാഹു തൗഫീഖ് വേണ്ടി തൗഹീദിലേക്ക് കടന്നു വരാൻ ഭാഗ്യം കിട്ടി. എന്നിട്ട് ഈ ആദർശം സംരക്ഷിച്ച് മുന്നോട്ട് പോയതായിരുന്നു. അതിനിടയില് തൊണ്ട് നിറഞ്ഞ് കപ്പൽ വിൽക്കാതെ പറഞ്ഞ പോലെ ഭൗതികമായ എന്തോ ഒരു സുഖം കിട്ടിയപ്പോ സത്യത്തിൽ എന്തായി? വിശാലമായ പാരത്രിക ലോകം വലിച്ചെറിഞ്ഞ തൊണ്ട് നിറഞ്ഞ് കപ്പലിക്കുക. ഒരു ചകിരിത്തൊണ്ട് പോലെ കപ്പല് ഷോപ്പാകാത്ത അത്ഭുതകരമാണ്. അനസ് മുസ്ലിയാരെ നിങ്ങളുടെ ഗതി ഈ അവസ്ഥയിൽ പോയാൽ എന്താകും? എത്ര ആളുകളെയാണ് നിങ്ങൾ വിശ്വാസത്തിലേക്കാക്കുന്നത്? അതുകൊണ്ട് കൃത്യമായി സഫായിനീയ ശുഭത്തിനീയ അനസ് മുസ്ലിയാർ ഗദ്ദാറുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മുസ്ലിയാക്കന്മാർക്കും മടമൂലികൾക്കും ഈ ആരോപണത്തിന് വൻപന്മയായി മറുപടി കൊടുത്തത് ഇവിടെയുള്ള ആളുകൾ അറിഞ്ഞില്ലേ? പാലാജി സാഹിബിനോട് വിനീതമായി ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ചൊക്കെ കൃത്യമായി കിതാബുകൾ പഠിച്ച് സജീവമായി പ്രഭാഷണങ്ങളിലും ക്ലാസുകളിലും ഒക്കെ പങ്കെടുക്കാൻ കഴിവുണ്ടല്ലോ. ആയത്തും ഹദീസൊക്കെ ഉദ്ധരിച്ച് തസ്കിയത്ത് പറയുന്ന ആളല്ലേ? അള്ളാഹുവിനെ പേടിക്കണ്ടേ? പരലോക ബോധമില്ലേ? എന്തിനാണ് ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചുകൊണ്ട് മുജാഹിദിനെ ചേർന്നിരിപ്പിക്കാൻ ശ്രമിച്ചത്? വിനീതമായിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളെയൊക്കെ വഞ്ച പ്രതീക്ഷകൾക്കുണ്ട്. ആരൊക്കെയോ സത്യത്തിൽ വണ്ടി കയറ്റിയത് ജിന്നു വണ്ടി കയറ്റിയത് സക്കരിയാസലായിയാണ് എന്ന് പറഞ്ഞ പോലെ സക്കരിയാസലായി ആരും ജിന്നു വണ്ടി കയറ്റിയിട്ടില്ല. ഈ ജിന്ന് നിലനിൽപ്പിന് വേണ്ടി കൊണ്ടുവന്നവരാണ് സത്യത്തിൽ നിങ്ങളൊക്കെ വണ്ടി കയറ്റിയത് എന്നാണ് നമുക്ക് പറയാനുള്ളത്.
അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ശിർക്കില്ല, അഭൗതികതയില്ല. ഒരിക്കലും തന്നെ ആ ലേഖനത്തിൽ എന്തില്ല, ശിർക്കില്ല. എന്നാൽ ഇന്ന് അനുസരിച്ചാല് അതേ ലേഖനം വായിച്ച് ആ ലേഖനത്തിലെ മറ്റൊരു ഖണ്ഡിക വായിച്ച് ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാള് ശബ്ദം കേൾക്കുന്നിടത്ത് ജിന്നുണ്ട്, ആ ജിന്നിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അഭൗതികതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അല്ലാഹുല്ലാത്തത് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി അമീർ വൈസ് അമ്പലക്കടവ് ദുർവിനിയോഗം ചെയ്ത ചില ഉദ്ധരണികൾക്ക് മറുപടി കൊടുത്തത് ഇവിടെയും വായിച്ചില്ലേ? ഇത് വായിച്ചിട്ട് വരികയാണെന്ന് പുതിയ പുതിയ ചർച്ചകളാണ് ജിന്നുമായി ബന്ധപ്പെട്ട് ലോകത്ത് കടന്നു വരുന്നത്. എന്നിട്ട് എവിടെയോ ഉള്ള ഒരു വാർത്ത എന്താ, ജിന്നിറച്ച് തിന്നാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ച നടക്കുന്നതും ലോക സെലഫികൾക്കിടയിൽ അങ്ങനെ ചർച്ച എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ മുസ്ലിയാരെ? ലോക സെലഫികളാണ് നമ്മൾ സഹോദരങ്ങളെ സെലഫിയായി പറയുമ്പോൾ നമ്മൾ പൊതുവെ ചൂണ്ടിക്കാണിക്കാറുള്ളത്. നമുക്ക് രഹസ്യ ബന്ധമുള്ളവർ ലോക സെലഫികളാണ്. ലോകത്ത് ജിന്നിന്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ, മയിലിറച്ചി തിന്നാൻ പറ്റുമോ, അതുപോലെ തന്നെ ചേന തിന്നാൻ പറ്റുമോ, അങ്ങനെ പല ചർച്ച നടത്തുന്നവരുണ്ടാവും. അതൊക്കെ ഇതേറ്റ് ബന്ധപ്പെടുത്തേണ്ട ആവശ്യം എന്താ? മുമ്പർക്ക് അങ്ങനെ എവിടെയെങ്കിലും എന്ത് ചർച്ച ചെയ്യാനും ഒക്കെ ഈ അക്കൗണ്ടിൽ വരെ വെക്കും. ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ല എന്ന് ലക്കരിയായ പ്രസാദായി പറയുന്നു. ഈ വാദം ഞങ്ങൾക്കില്ല എന്ന് പറയുന്നു. തെളിവ് കേട്ടോളൂ. എന്താ പൊന്നാനിക്കടപ്പുറത്ത് ഗോപി ജിന്നിനെ വിളിക്കുന്നത്? എന്തൊരു ഗതികേടാണത്! ഇതാണ് ആരോപണങ്ങളുമായി കടന്നു വരുന്ന അവസ്ഥ നിലനിൽപ്പില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്ദുൽ ഖാദർ ഉദ്ധരിച്ച, അതിന്റെ പിന്നാലെ അനുസരിച്ച് ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ച ജബ്ബാർബയുടെ വീട്ടിൽ പോയി ഇത് ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോയി എന്നുള്ള ഹുസൈൻ സലഫി തന്നെ കൃത്യമായി പൊട്ടിച്ച് തകർത്തെറിയുന്നു. ആ ഭാഗം നിങ്ങൾ കേട്ടോ. അതേ ഇസ്ലാമിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറന്നു നടന്നു. അതേ ഇസ്ലാം ആശികയിലൂടെ ജബ്ബാർബി എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വഴികളെ ജീവിക്കുന്നു എന്ന് അതേ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അകർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതേ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവരും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാർ നടന്ന ആളുകൾ ജബ്ബാറിനോട് വീട്ടിൽ പോയിക്കൊണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും എന്ന് വിളിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? പോയിക്കൊണ്ട് അവരുള്ളത് ശിർക്കാണെന്ന് പറയാനെന്ന പേര് മറിച്ചെന്തിനാ പോയത്? നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ അന്നത്തിൽ നടത്തിയെടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു വിശദീകരണം ആവശ്യമാണ്. അതേ ആ നിലക്കുള്ള ചർച്ചകൾ കൊടുവിൽ നാമും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് 2008 ജനുവരിയിലെ ഇസ്ലാം മാസികയിൽ കൊടുത്തതെന്താ? ഇസ്ലാമിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു, തിരുത്തുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അള്ളവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു നിലത്തിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലത്ത് ജബ്ബാർമൗലവിയോട് ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മറ്റേ അദ്ദേഹം പറഞ്ഞതാണ്. അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നതിൽ നിന്ന് വരുമോ? ഉദാഹരണം പോകുമെന്ന് ഞങ്ങൾ എഴുതി കൊടുത്തില്ലേ? മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാലാണെന്ന് കിട്ടുമോ, അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവന്ന് ഉറച്ചു തന്നെ നിൽക്കുന്നു. ആരാണ് അതിൽ നിന്ന് വഴിമാറിപ്പോയത്? എന്റെ ഒപ്പം അതിന് വന്നവരുന്നതിൽ നിന്ന് വഴിമാറിപ്പോയില്ലേ? അവർക്കെന്നത് ശിർക്കാണെന്ന് വാദമുണ്ട് എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നേടിയതിൽ എന്തോ കാര്യം പറയാതെ മുടിവെച്ചത് എന്തോ അന്നത് ശിർക്കാണെന്ന് എഴുതി വെക്കാവുന്നത്, മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത്. അതിൽ നിന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആയുധത്തിനത മുശ്രിക്കാക്കൽ പ്രവണതയിലേക്ക് നീയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനം ഒരു നിലക്കും ഇവിടെ മതമൂരികളുടെ മുമ്പിലോ അതുപോലെ ശിർക്ക് പ്രചാരകരായി കേരളത്തിൽ ഊർജിക്കുന്ന കുമൂരികളുടെ മുമ്പിലോ
പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിൽ പുഴുക്കുത്തേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടിയറക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വന്നിട്ടില്ല. കാരണം അത് എക്കാലത്തും അദ്വൈതമാണ്, അതിലൊരിക്കലും നല്ല മാറ്റം വരില്ല. കാരണം അത് സലഫിയത്താണ്. ആ സലഫിയത്ത് എവിടെ നിന്ന് കിട്ടിയതാ? അത് കൃത്യമായി ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യം ഇല്ല, അത് മാറ്റം വരികയുമില്ല. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി 2012 മുവഹിദുകളെ മുശ്രിക്കാക്കി ചേർതിരിച്ച് തങ്ങളുടെ സ്വാർത്ഥ താൽപര്യം പൂവണിയുന്നതിന് വേണ്ടി രംഗത്ത് വന്നവരാണ് 2012 പുതിയ തൗഹീദ് അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ രംഗത്ത് വന്നത്. ആർക്കാണ് വ്യതിയാനം സംഭവിച്ചത്? നിങ്ങൾ ചിന്തിക്ക്. ഹുസൈൻ സലഫി കൂടെ പോയ ആളാണെന്ന് വ്യക്തമായി ഹുസൈൻ സലഫി പറഞ്ഞു, അന്നത്തെ മുസ്ലിയാർ പറഞ്ഞു. പാതരാജിക ശബ്ദം നിങ്ങൾ കേട്ടു. എങ്കിൽ സഹോദരങ്ങൾ അവിടുന്ന് തീരുമാനിച്ചു ഇസ്ലാം മാസികയിൽ തിരുത്തു കൊടുക്കണമെന്നല്ല, വിശദീകരണം കൊടുക്കണമെന്ന. ശിർക്കാണെങ്കിൽ തിരുത്തല്ലേ കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോ വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും പറഞ്ഞാ തിരുത്താൻ പോയില്ല, തിരുത്താനല്ല പോയത്, വിശദീകരണമാണ് കൊടുത്തത്. അതുകൊണ്ട് ആ വിശദീകരണം എന്താണെന്ന് വ്യക്തമായി അനസ് മുസ്ലിയാർ തന്നെ സഹോദരങ്ങളെ വായിക്കുന്നുണ്ട്. ഇസ്ലാഹ് മാസികയിൽ വന്ന വിശദീകരണം അത് തിരുത്താണ്, തെറ്റിദ്ധരിപ്പിച്ചവർ മനസ്സിലാക്കണം. അത് തിരുത്തല്ല, വിശദീകരണമാണ്. കേട്ടോളൂ. ഇങ്ങനെ ജപ്പാൻ പദവി എഴുതിപ്പോയ ഒരു വാചകം, ആ വാചകത്തെ തിരിച്ചുകൊണ്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു എന്ന് അത് ജിന്നിനോട് പ്രാർത്ഥിക്കാവും. ആ തെറ്റിദ്ധാരണ ചില ആളുകൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ, തങ്ങളോട് പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ കൃത്യമായി ഇത് ഇസ്ലാമാണ്, 2008 ജനുവരിയിലെ ഇസ്ലാം. അതിലൊരു ചോദ്യം കൃത്യമായി കൊടുത്തു. എന്താ ചോദ്യം? ചോദ്യം മറ്റൊന്നല്ല, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനാദർശം. നാളുകളെ ഇസ്ലാമി പ്രസ്ഥാനം പ്രമാണങ്ങൾ തിരിച്ച് സ്ഥാപിച്ചതും അത് തന്നെയാണ്. എന്നാൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെ കൊണ്ട് ഇസ്ലാം മാസികയിൽ 2007 ഏപ്രിലിൽ എത്തുന്ന ലേഖനത്തിലെ ചില പരാമർശങ്ങളിൽ അല്ലാഹുവല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതിന് തെളിവായി ചില കുടൂരി മടങ്ങുന്ന പ്രഭാഷകരും ലേഖനവും ഉദ്ധരിക്കുന്നു. പ്രസ്തുത ഉദ്ധരണി ചുവടെ പറഞ്ഞിട്ട് നേരത്തെ വായിച്ച ഉദ്ധരണി എടുത്തു കൊടുക്കാൻ ഇതിനെക്കുറിച്ച് ഇസ്ലാമിലും വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ശരീരം കുറ്റിപ്പോകാം. അത് കൃത്യമായി തക്കാതിന് മറുപടി പറഞ്ഞു. എന്താ തക്കാതിന് മറുപടി? ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രചാരം ചെയ്യുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ചോദ്യകർത്താവ് എടുത്തു കൊടുത്ത വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടില്ല. വിജയപ്രയ പ്രദേശത്ത് നിന്ന് തന്റെ ശ്രദ്ധേഖലത്തിൽ ആരാകട്ടെ അവർക്ക് സഹായിക്കട്ടെ എന്ന നിലയ്ക്ക് അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിക്കാൻ ശ്രദ്ധാകോ എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിട്ടിട്ടമല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. കൃത്യമായി 2008 ജനുവരിയിൽ വലിയ അക്ഷരത്തിൽ തന്നെ, കാരണം ചില കണ്ണു കാണാത്ത ആളുകൾ കൂടുതൽ കൊടുക്കുന്നത് ഓരോ നന്നായി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തു. 2008 കഴിഞ്ഞു, 2009 ആയി. എന്നാലും 2009 കഴിഞ്ഞ്, 10 കഴിഞ്ഞ്, 2012 കഴിഞ്ഞ് നടപടികൾ അതൊക്കെ അവസാനിപ്പിച്ച് വേണ്ട ആയുധം വെച്ച് കീഴടങ്ങി. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വടമൂലികൾ കേരളത്തിൽ ചവച്ചു തുപ്പിയ ഈ സമൂഹത്തിലെ ശരിക്കു പ്രചാരകർ ശരിക്കിനു വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ആരോപിച്ച് ചവച്ചു തുപ്പിയ ഈ ചണ്ടിക്കൂമ്പാരത്തിൽ പോയി അത് രണ്ടാമതും ചവച്ച് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിച്ചു നോക്കുകയാണ്. ആര്? ഇപ്പൊ ഈ പറഞ്ഞെത്തിക്കുന്നത്. അതല്ലേ സംഭവിച്ചത് സഹോദരങ്ങളെ? മദ്യപിക്കാൻ ശരിക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നത് ഹലാലാണെന്ന് ഗവേഷണം നടത്തുന്നത് കുറ്റകരമല്ലേ? ഇപ്പൊ ആ വാക്ക് സ്വന്തം നെഞ്ചിലേക്ക് തറക്കല്ലേ മുസ്ലിയാണ്? ജപ്പാൻ ഉദ്ദേശിക്കാത്ത വാക്ക് പിന്നെ അതിൽ ധരിച്ചുകൊണ്ട് ശിർക്കിലേക്ക് പോയി ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് കവലകളിൽ നിങ്ങൾ വയലു പറയില്ലേ? ഇതാണ് മലർന്നു കിടന്ന് മേൽപ്പെട്ട് തുപ്പരുത്, തുപ്പൽ സ്വന്തം ചെവിയിലേക്ക് വരുമെന്ന് പറയാൻ കാരണം. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രൂപത്തിൽ ഓട്ടയടച്ച് പഴുതടച്ച് മുന്നോട്ട് പോയ
മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി? ഇപ്പോഴും നിങ്ങളുടെ ദാസ്യവും അഹങ്കാരവും ഈ രൂപത്തിലുള്ള വൈരാഗ്യബോധവും അടങ്ങുന്നില്ലല്ലോ. എന്താ, സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമോളെ രണ്ടു തുള്ളി കണ്ണീര് കാണണമെന്ന ദുഃഖയായ അമ്മാവിയുടെ ചിന്തയാണ് സത്യത്തിൽ ഈ മുസ്ലിയാക്കന്മാർക്കുള്ളത്. ഈ മുസ്ലിയാക്കന്മാർക്കും ഈ പറഞ്ഞ ഈ കോക്കസിനെ പിൻപറ്റുന്ന നേതാക്കന്മാർക്കുമുള്ളത്. ഞാൻ വെറുതെ പറയല്ല, ഇൻഷാ അല്ലാഹ് ഞാനത് വായിക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര വ്യക്തമായി വിശദീകരിച്ചു. എന്നിട്ട് സഹോദരങ്ങളെ, മുജാഹിദുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തിന്റെ രാഷ്ട്രത്തിൽ എന്നറിയപ്പെടുന്ന അനീഫ് കാക്കൂടി ഉണ്ടല്ലോ, അദ്ദേഹം പറയാണ് ഇസ്ലാമി മാസികയിൽ വന്നത് തിരുത്താണ്. എന്താ, ലേഖകൻ തിരുത്തി, ശിർക്കായൻ തങ്ങളിൽ വന്നുകൊണ്ട് അത് ലേഖകൻ തന്നെ തിരുത്തി. ഇത് തിരുത്തല്ലാതെ ബോധ്യമായില്ലേ? തിരുത്തല്ല എന്നും ആശയക്കുഴപ്പമുണ്ടാക്കിയ ആളുകൾക്ക് ആ ധാരണ തീർക്കാൻ വേണ്ടി ഒരു വിശദീകരണം നൽകുകയാണ് ചെയ്തത്. ബോധ്യപ്പെട്ടില്ലേ? എന്താ, ഇത് തിരുത്താണെന്ന് അനീഫാക്കൂടി പറയുകയാണ്. എന്നാൽ ഉടനെ തന്നെ അനസ് മുസ്ലിയാർ ഈ ആരോപണത്തിന് ബഹ്റൈനിൽ വെച്ച് മറുപടി പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമ്മൾ ഉടനെ കൊടുക്കുന്നത്. അല്ലെന്തിനാ, അത് അന്ന് മുസ്ലിയാക്കന്മാർക്കാ മറുപടിയെങ്കിൽ ഇന്ന് അനീഫാക്കൂടിക്കാണ് മറുപടി വരിക. അതുകൊണ്ട് ആ കായക്കുടി ആരോപണം പറയുന്നത് കേൾക്കുക, അനസ് മുസ്ലിയാര് അത് തിരുത്തല്ല എന്ന് വിശദീകരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. ആ വിഷയത്തിൽ തന്നെ വന്ന ചില കരിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസംഗത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല, എന്നറിയോ? ആ വിഷയത്തിൽ തന്നെ വന്ന ചില കരിതങ്ങൾ ലേഖനത്തിൽ വന്നത് ആ ലേഖകൻ തന്നെ എഴുതിയ പ്രസംഗത്തിൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്. ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല, തിരുത്തല്ല, തിരുത്താനാണ് പറഞ്ഞത്. ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരമറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉത്തരവിൽ അത് നിങ്ങളെപ്പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചില കുബൂരി അതുപോലെ തന്നെ വടകൂരി ആളുകൾ ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം, കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയമെടുത്തു. ആ സമയത്ത് അത് 2008 ജനുവരിയാണ്, 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അതിലായും വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നു. ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാണ്? മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാണ്? മനസ്സിലാക്കി. സഹോദരങ്ങൾ, ഇതിപ്പോ സത്യത്തിൽ ഇവരുടെ പരിപാടിയിലാണ് ഇത് ഉള്ളതെങ്കിൽ അനുസൂസിയാൽ കാതരാജിക്ക് മറുപടിക്കുക. ആ ഹനീഫാക്കൂടിക്ക് അനുസൂസിയാൽ മറുപടിയാണ്. ആ അനുസൂസിയൊക്കെ അനുസൂസിയാലുള്ള മറുപടിയാണ്. അതല്ല, ഇത്രയും വ്യക്തമായൊരു കാര്യം മനസ്സിലാക്കാൻ അള്ളാഹു ബുദ്ധി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാതാ? എന്താണ് ഇവിടെ സത്യത്തിൽ സഹോദരങ്ങളെ ഈ കാതരാജി സാഹിബ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്? എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഈ 2007 ശേഷം ലേഖനം വന്നപ്പോൾ ഇസ്ലാമിക്ക് വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ്, തിരുത്തി വരുമോ, അടുത്ത മാസം വരുമോ, പിറ്റത്തെ മാസം വരുമോ, ആവർത്തിച്ച് ചോദിച്ചു. തിരുത്തി കൊടുത്തിട്ട് എടുത്തില്ല. പണ്ടാണ് മുസ്ലിംകാർ പറഞ്ഞത് 2007 ലേഖനം എഴുതണം. അത് നിങ്ങളെപ്പോലെയുള്ള കുബൂരികൾ മടകൂരികൾ ആരോടും ഉന്നയിക്കണം. ആ ഉന്നയിക്കുമ്പോൾ അത് കത്തായി വരണം. ആ വന്ന കത്ത് വായിക്കണം, വായിച്ചിട്ട് മറുപടി കൊടുക്കണം. അപ്പൊ അത്രയും സമയത്തു. ഈ സത്യമൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പുറത്തേക്കൊന്ന് പറയുക എന്നത് യഥാർത്ഥത്തിൽ നിഫാഖാണ്. ഈ നിഫാഖ് ഹൃദയത്തിൽ വർദ്ധിച്ചാൽ നരകത്തിൽ അടിത്തട്ടിലാണ് അവർക്കുള്ള സങ്കേതമെന്ന് അള്ളാഹ് പറഞ്ഞത് ഓർക്കണം, പേടിക്കണം എന്നാണ് പരസ്പരം ഉണർത്താനുള്ളത്. സഹോദരങ്ങളെ, എന്താണ് ഈ പറയുന്നത്? നമ്മുടെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോ സസ്യധാര എന്ന് പറയുന്ന ഈ കെ വിഭാഗത്തിന്റെ വൈമാരികയിൽ 2013 ഏപ്രിൽ സഹോദരങ്ങളെ അതാവര് അഭിനയം കൊടുത്തിരിക്കുന്നു. ഇവിടെ എത്തിയിരുന്നത് ആലോചിച്ച് നോക്കി. ഇവരിലേക്ക് മുഖ്യ ശത്രുക്കൾ ആരാണ്? ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വം ഇവർ കടമെടുത്തിരിക്കുകയാണ്. ഇതൊരു കാലത്ത് മടവൂരികൾ എടുത്ത തന്ത്ര അല്ലേ? മടവൂരികൾ പുറന്നു പോയപ്പെടുത്ത തന്ത്രാണ് ഈ സ്ഥലത്ത് ഈ ആദർശത്തിന്റെ ഒഴുക്ക് തടയാൻ ഏത് നെറുകെട്ടവരെ കിട്ടിയാലും വേണ്ടി കൂട്ടുപിടിക്കുക. ആ പണിപ്പെടുക്കുകയാണ് സത്യധാരയിൽ അഭിമുഖം. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ അപകടാവസ്ഥയിൽ. അതാ ടി.പി. അബ്ദുൽ ഖാദിർ. ഈ പുസ്തകത്തിന്റെ
16-ാമത്തെ പേജിൽ സഹോദരങ്ങൾ എന്താ പറയുന്നത് കേട്ടോളൂ. എന്താ? അങ്ങനെയാണെങ്കിൽ 2007 ഇങ്ങനെ ജിന്നിനോട് സഹായഭ്യർത്ഥന നടത്തുന്നത് ശിർക്കല്ലെന്ന വാദം പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. ആ ചോദ്യം തന്നെ നടന്നു. അങ്ങനെ ഒരു ആദർശം പുറത്തേ വന്നിട്ടില്ല, അങ്ങനെ ചർച്ചയും നടന്നിട്ടില്ല. വരുന്നത് ഈ വാദം ശിർക്കാണെന്ന് അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അന്ന് തന്നെ മടവൂർ വിഭാഗം ആരോപിക്കുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അല്ലാഹു നൽകിയ കഴിവിൽ നിന്ന് ചോദിക്കുന്ന കേവലം സഹായ അഭ്യർത്ഥന മാത്രമാണെന്നും പറഞ്ഞു. ഔദ്യോഗിക കേന്ദ്രം എങ്ങനെ ഔദ്യോഗിക കേന്ദ്രം അതിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലക്ക് വിശദീകരിക്കുകയുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ച് നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും വൈകിയത്? ഈ കുറിച്ചുകൊള്ളുന്ന ചോദ്യം ഉത്തരവിയായൊരു പണ്ഡിതനാണ് സഹോദരങ്ങളെ ഇത് മറുപടി പറയുന്നതെങ്കിൽ, വിശ്വാസമായി ഈ സ്ഥാനത്ത് അള്ളാന്റെ അമാനത്ത്, ആ അമാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരു പണ്ഡിതനാണ് ഈ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ, നേതാവാണ് സ്ഥാനത്തിരിക്കുന്നെങ്കിൽ ആ മറുപടി എന്തായിരിക്കും? നിങ്ങളുടെ ചോദ്യമസ്ഥാനത്താണ്. കാരണം അങ്ങനെ ഒരു ചർച്ച മുജാഹിദ് സ്ഥാനത്തിലില്ല. 2007 എഴുതിയ ലേഖനത്തിലും അങ്ങനെ ഒരു ആദർശം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനോ ഒരു വിദ്യാർത്ഥിക്കോ ഒരു സാധാരണക്കാരനോ അങ്ങനെ പ്രാർത്ഥിക്കാൻ സഹായം തരാമെന്ന വാദമേ ഇല്ല എന്നല്ലേ പറയേണ്ടത്? എന്ന മറുപടി എന്നാണ് കേട്ടോളി. ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകമല്ല. കാരണം ഞാനൊക്കെ അന്ന് തന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ? സംസ്ഥാന പ്രസിഡന്റ് ചെങ്ങലംകുളത്ത് പ്രസംഗിച്ചിരുന്നില്ലേ? ചെങ്ങലംകുളം സംസ്ഥാന സമ്മേളനത്തിൽ 10,000 നിങ്ങളുടെ മുമ്പിൽ തടിച്ചുകൂടിയിരുന്നില്ലേ? അന്ന് ഇസ്ലാം വാസിക പുറത്തിറങ്ങിയിട്ട് ഈ ലേഖനം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ട്? എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെങ്ങലംകുളം സമ്മേളനത്തിൽ ഇത് പറഞ്ഞില്ല? എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല? പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ആയിരങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മുന്നിൽ കിട്ടിയിട്ട് മുജാഹിദിയോട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല? അന്നേ ഇതൊക്കെ ശിർക്കാണെന്ന് എനിക്ക് വാദമല്ല, അതുകൊണ്ട് എന്നോടാ ചോദ്യം ചോദിക്കണ്ട. അപ്പൊ എന്തായി? നമ്മളെ അണികളും നേതാക്കന്മാരൊക്കെ ഈ ശിർക്കിന്റെ വാദം പറഞ്ഞ് മരിച്ചോട്ടെ. ഇത് അന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ഇതിനിടയിൽ എത്ര ആളുകൾ ന്യായീകരിച്ചു? ഭാഷപ്രകാരം എത്ര ആളുകൾ കേട്ട് വിശ്വസിച്ച് മരിച്ചുപോയി? ഇതിനൊക്കെ പരലോകത്ത് അവർ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുവാൻ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ശിർക്ക് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടാവുമല്ലോ. ഇസ്ലാഹ് മാസിക വായിച്ച് ഇത് ശിർക്കില്ല എന്ന് വിശ്വസിച്ച ആളുകൾ, ആ ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ തൗഹീദിൽ കുടുക്കത്തെ പുതിയൊരു കാരണം കൊണ്ടാണെന്ന് പരലോകത്ത് വിചാരണയിൽ വന്നാൽ സത്യത്തിൽ സഹോദരങ്ങളെ ഈ ഒരു ഹക്ക് മനസ്സിലാക്കിയിട്ട് പറയാത്തിന്റെ കുറ്റങ്ങൾക്ക് ഉണ്ടാവില്ലേ? ചെയ്ത കുറ്റങ്ങൾക്കുണ്ടെങ്കിലും ഉണ്ടാവില്ലേ? അപ്പൊ ഇത് ഹക്കാണോ ഈ പറഞ്ഞത്? അല്ല, ഹക്കല്ല. ഇത് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലെ ഹെഡിങ് എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ അപകടാവസ്ഥയില്ല എന്ന് അദ്ദേഹം ഇത് പറയുന്ന ഒരു ഭാഗമുണ്ട്. ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അവിടെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പ്രസക്തിയുണ്ടെന്ന് പറയാം. പക്ഷേ തൗഹീദ് ശിർക്ക് അങ്ങനെയല്ലല്ലോ. അത് മതത്തിൽ അടിസ്ഥാന ആശയമാണ്. അതിൽ എന്ത് സംവാദത്തിനാണ് പ്രസക്തിയുള്ളത്? സാധാരണ മുജാഹിദ് പ്രവർത്തകർക്കല്ല, പണ്ഡിത സഭയിലും ഫത്വ ബോർഡുകളിലും ഉന്നതർക്ക് ഇസ്ലാമിന്റെ മൗലികാവകാശമായ തൗഹീദ് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് ഗൗരവപ്പെട്ട വിഷയം തന്നെയല്ലേ? അപ്പൊ ശാഖാപരല്ല, ഇത് വളരെ ഗൗരവമാണ്. സത്യധാരയുടെ മുമ്പിൽ കൊടുത്തതാ. എന്നാലും സഹോദരങ്ങൾ, ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് ഈ PPF-ൽ അതിന് തന്നെ നമ്മുടെ ആകെ സൈനികരായ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവർ പുറത്തിറങ്ങുന്ന പ്രബോധന മാലികയിൽ അദ്ദേഹം കൊടുത്ത മറുപടിയിൽ എന്താ അദ്ദേഹം പറഞ്ഞു പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന് ചോദിക്കുകയാണ്, കേരള നേതൃത്വ മുജാഹിദിന് കഴിഞ്ഞ 10 വർഷങ്ങളിലായി ഉണ്ടായ ആഭ്യന്തര ശൈഥില്യം പ്രയാസകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കുക? എങ്ങനെ നിങ്ങൾ അതിജീവിക്കുക? അത്ര വലിയ പ്രശ്നമാണ്. ഒട്ടിച്ചിതറാലൊക്കെയാണ് തൗഹീദിന്റെ ശിർക്കിന്റെ വിഷയത്തിലുള്ള ചർച്ചയില്ല. അപ്പൊ അന്ന് PPF അതിന് പറഞ്ഞു കേട്ടോളൂ. 3 മാസങ്ങൾക്ക് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വെല്ലുവിളികൾ ഇല്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വെല്ലുവിളിയില്ല.
ഇത് ഇല്ലെന്ന് മാത്രമല്ല, എന്താ പറയുന്നത്, എത്ര വാചാലതയുള്ളവർ, ജനങ്ങളെ ആകർഷിച്ചവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒന്നും പക്ഷേ ആളുകളുണ്ടായില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റേത് സ്വയം ചെയ്ത ആശയമാണ്. ഞങ്ങൾക്കിപ്പോൾ ഒരു വെല്ലുവിളികളും ഇല്ല, ഞങ്ങൾക്കിപ്പോൾ ഒരു വെല്ലുവിളിയും ഇല്ല, നേതൃത്വത്തിലോ അണികളിലോ ഇല്ല. വളരെ താഴ്ന്നതട്ടിൽ ചിലപ്പോൾ ഇതുണ്ടാവാം, അതിന് ചിലർ പ്രോത്സാഹനം നൽകുന്നുണ്ടാകാം, പക്ഷെ അതൊന്നും പ്രസ്ഥാനത്തെ ബാധിക്കുന്നില്ല. അതെന്താണ്, വളരെ നിസ്സാരമായ ഒരു ചെറിയ ചർച്ച, ഒരു ചെറിയ അസ്വാരസ്യം, എവിടൊക്കെയോ ഒരു ഒന്ന് രണ്ട് പാത്രം വീണൊച്ച, അത്ര ഉള്ളൂ. അല്ലാതെ വിദ്യാപ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നമില്ല. എന്നാലോ പുതിയ സത്യമായി വിദ്യാപ്രസ്ഥാനം ഏറ്റവും വലിയ അപകടത്തെ ഉണ്ടെങ്കിൽ ഇതാണ് വൈരുദ്ധ്യം. ഇതാണ് വൈരുദ്ധ്യം. ഒത്തോടത്തേക്ക് ഒത്തത് പറയാം. ഇതാണ് അമ്മായി എന്നറിയാം. അമ്മായി കളിക്കുകയാണ്. ഇവർക്കൊക്കെ സഹോദരങ്ങളെ നിലനിൽപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം തകർന്നാലും കുഴപ്പമില്ല, ഈ ദാവത്തുകൾ മുടങ്ങിയാലും കുഴപ്പമില്ല. ഈ ദാവത്ത് മുടക്കികളായ ക്രീഡാകുട്ടികളുടെ മുമ്പിൽ പ്രോത്സാഹിച്ചുകൊണ്ട് ഈ രൂപത്തിൽ അഭിമുഖം കൊടുത്തു. എന്നാൽ ഈ തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ യഥാർത്ഥ അപ്പോസ്തലന്മാർ ആരാണെന്നറിയോ? അത് മനസ്സിലാക്കാൻ നമ്മൾ അനസ് മുസ്ലിയാർ തന്നെ പറയട്ടെ. മടവൂർ വിഭാഗം പുറന്നു പോയ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ശിർക്ക് പ്രചരിപ്പിക്കുന്നവരുടെ മാസികയിൽ അഭിമുഖം കൊടുത്തു. അതിന് മുമ്പിൽ പറയുന്നത് സെൻസിംഗ് ഇല്ലാത്ത, സെൻസിംഗിൽ ഹുസൈൻ മടവൂരും സലാസുല്ലമയും സീറ്റി അഭിമുഖം കൊടുത്തു എന്നാണ്. സെൻസിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൊടുത്തത്. അപ്പൊ ഇയാൾക്ക് തരിമ്പ് പോലും സത്യമില്ലാത്തതുകൊണ്ടായിരിക്കും സത്യധാരി കൊടുത്തത്, അല്ലേ? അപ്പൊ സീറ്റി മുസ്ലിം പറഞ്ഞത് വളരെ സത്യമുണ്ട്. സീറ്റി അബ്ദുള്ള മകനെ പണ്ടുകളല്ല, ചതിയിലൂടെ സംഘടന പിടിച്ചടക്കിയ രാഷ്ട്രീയക്കാരനെന്ന്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, സീറ്റി പറഞ്ഞ വാക്കാണ്. നമ്മളതെന്ന ഒരു വ്യക്തിവിരോധത്തിന്റെ വാക്കായി കണ്ടു. ഇന്നോ അതൊരു യഥാർത്ഥമായ സത്യമായിരുന്നു എന്ന് നമുക്കിപ്പോ തോന്നിപ്പോവുക. കാരണം എത്ര വിഷം ചീറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത്. കേട്ടോളൂ നിങ്ങൾ. ഇനി അതുകൊണ്ട് അവസാനം എത്രത്തോളം എഴുതിയെന്ന് ചോദിച്ചാൽ നമ്മുടെ പത്രങ്ങൾ വരെ ഏത് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മുടെ സമസ്തക്കാരെ എഴുതിയെന്ന് വിചാരിക്കരുത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ പുലർത്തിയിട്ട് ആദ്യം പോയിട്ട് ഇന്റർവ്യൂ കൊടുത്താൽക്ക അല്ലിർഫാദിന്, ആര്? സാക്കാർ ഹുസൈൻ മടവൂർ, അല്ലേ? അല്ലിർഫാദ് ആരാ? ഇവിടുത്തെ നാട്ടിലെ ഏൽപ്പിക്കാറ് പത്രം. പിന്നെയോ നമ്മുടെ വസീയത്ത് സെക്രട്ടറി, ആ വസീയത്ത് സെക്രട്ടറി അദ്ദേഹം പിന്നെ അഭിമുഖം കൊടുത്തു. ആർക്ക്? സെൻസിംഗ്. സെൻസിംഗ് ആരുടെ പത്രമാണ്? നമ്മുടെ നാട്ടിലെ ഏൽപ്പിക്കാറാണ് പത്രം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സലാസുല്ലമി ഇന്റർവ്യൂ കൊടുത്തു. ആർക്ക്? ആർക്കാ കൊടുത്തത്? അതേ സെൻസിംഗ്. ആ സെൻസിംഗിൽ ഇന്റർവ്യൂ കൊടുത്തു. അതിന് സെൻസില്ലാത്തവർക്ക് കയറാൻ പറ്റിയ സ്ഥലമില്ല. അങ്ങനെ ചെന്നു, അവിടെ ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ സെൻസിങ്ങിനെ പോഷിപ്പിച്ചു. അങ്ങനെ തുടക്കം മുതൽ ഇന്ന് വരെ ഇന്റർവ്യൂ കൊടുത്തും അതുപോലെ തന്നെ ആളുകൾ കൊടുത്തും അതുപോലെ മാസികമായി വിജയിപ്പിച്ചു കൊണ്ടിരുന്ന അതേ സെൻസിംഗ് തന്നെ പറഞ്ഞു കൊലച്ചതി. കൊലച്ചതി ആരെക്കുറിച്ച് പറഞ്ഞത്? കനറാ ബാങ്കിൽ നിന്നായിരുന്നു പല മുജാഹിദ് സംഘടനാ നേതാക്കളുടെയും പേരിൽ വായ്പ എടുത്തത്. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ സെൻസിംഗ് എന്ന് പറയുന്ന തീവ്രസന്നികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ മടവൂർ വിഭാഗം വന്നുപോയി അയക്കുക. ഇന്നിപ്പോ അതുപോലെ തന്നെ ഇതാ പ്രബോധനത്തിലും അതുപോലെ സത്യധാരയിലും ഇവരെ അഭിമുഖം കൊടുക്കുകയാണ്. എന്നിട്ട് ശക്തമായി ശിർക്കാരോപിക്കുക, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു വാദം ഇതിനകത്തുണ്ടായിരുന്നു എന്നും അങ്ങനെ വാദം നിലനിൽക്കുന്നതും ഇപ്പോഴും ഈ സത്യധാരയിൽ തീർന്നു പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് സഹോദരങ്ങളെ ആദർശത്തിനോടോ ഈ ആദർശത്തിന് വേണ്ടി പേരയെഴുതുന്ന വാചാലമായി പ്രസംഗിക്കുന്നവരോടോ താല്പര്യമോ ഇല്ല. സത്യത്തിൽ കേരളത്തിൽ ഈ ജനാധിപത്യ സംവിധാനത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധികാര സോപാനങ്ങളിൽ എസി റൂമുകളിൽ വിയർത്തലിക്കാതെ പ്രയാസപ്പെടാതെ ഇരിക്കുന്നു എന്നതേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിസ്വാർത്ഥമായിട്ടാണെങ്കിൽ അവരുടെ ആ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ പരിചയ പ്രവർത്തനങ്ങളും അതിന്റെ പേരിൽ അത്ര മതി. പക്ഷേ അണികളെയും പണ്ഡിതന്മാരെയും സ്നേഹിക്കണം, ആദർശത്തെ സ്നേഹിക്കണം, ആദർശ പ്രബോധനത്തിന് സൗകര്യം ചെയ്യുകയാണ്. അതല്ലല്ലോ നടത്തുന്നത്. പടയിടുകയാണ്, സർക്കുലറുകയാണ്, ഏകാധിപത്യം നടത്തുകയാണ്, അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ എന്താ നിങ്ങൾക്ക്? ഇപ്പോൾ ഈ ആദർശത്തിന് വേണ്ടി പ്രയത്നിച്ച ആളുകളൊന്നും ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ സമൂഹത്തിൽ അവരെ കടിച്ചു കീറുകയാണ്, പുച്ഛിക്കുകയാണ്. അല്ലെ, ഈ ഹുസൈൻ സലഫിയൊക്കെ നാദാപുരം ഗണ്ണത്തിലേക്ക് കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സൗകര്യം ചെയ്യുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത എത്രയെത്ര ആളുകൾ, എത്ര പ്രമാണിമാർ, അവരൊക്കെ എങ്ങനെ ഈ വ്യവസ്ഥയിലേക്ക്
സഹോദരങ്ങളെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പരിപാടി എന്താണ്? ഇവിടെയും ബഹുമാനനായ ഇസ്ലീം സലഫിയെ അനസ് മുസ്ലിയാർ നന്നായി പരിഹസിച്ചു. ഇപ്പൊ അതാണ് ഇപ്പൊ ഈ മടവൂർ വിഭാഗവും അതുപോലെ തന്നെ കുഹൂരികളും ഏതൊരു അവസ്ഥയിലേക്ക് മുജാഹിദ് പണ്ഡിതന്മാരുടെ സമൂഹത്തിൽ തേജോധം ചെയ്യാൻ ശ്രമിച്ചോ അതേ ശൈലി ഇവർ കടലിക്കുകയാണ്. കാരണം എന്താ? ജനസമൂഹത്തിൽ സ്വാധീനം നേടുന്ന പ്രഭാഷകന്മാർ അവർ സ്വാധീനം നേടുന്നത് അവരെ ശൈലി കൊണ്ടല്ല, കാണാനുള്ള ഭംഗി കൊണ്ടല്ല, അവരെ കയ്യിലുള്ള ആദർശത്തിന്റെ ക്വാളിറ്റിയാണ്. അത് വളരെ നല്ല രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നിസ്വാർത്ഥമുള്ള ആള് അത് ഇഖ്ലാസുള്ളവരാണ്, അതുപോലെ തന്നെ അവർക്ക് കിബറും പോലും അസൂയമില്ല എന്ന് കൃത്യമായി അവരുടെ മുഖത്തു നിന്നും അവരുടെ പ്രകടനങ്ങളിൽ നിന്നും ആളുകൾക്ക് ബോധ്യമാകുമെന്ന് ചെയ്യും. ആളുകളിൽ സ്വീകാര്യത ഉണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടാവും, അവർ പങ്കെടുക്കുന്നിടത്ത് ആളുകൾ കൂടും. ഇപ്പൊ സത്യത്തിൽ സഹോദരങ്ങളെ ആ കൂടുന്നതിനെ പരിഹസിക്കുക എന്താ? അത് പാട്ടാണ്. കാര്യം വിശേഷത്തിൽ ഈണക്കല്ലേ, പാട്ടല്ലേ, ആ പാട്ടുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ അനുസരിച്ചുകാർ പറയുന്നതാണ്, അബ്ദുറഹ്മാൻ സലഫി പറയുന്നതാണ്. സത്യത്തിൽ ഇത് ആദ്യം പഠിച്ചിരുന്ന ആരാ? കേട്ടോളൂ നിങ്ങൾ. പേരൊടുക്കുന്ന സക്കാഫിയും അഹമ്മദുള്ള കാസിമിയാണ്. ഹുസൈൻ സലഫി അതിന് മറുപടി കൊടുക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോ. ചില ആളുകൾ പിന്നെ എന്താ കാര്യമായി പറയുന്നത്? നിങ്ങളിങ്ങനെ ചിലർക്ക് വലിയ വിഷമം എന്താ? ചിലർക്ക് എന്റെ പേരിൽ ഉള്ളവന്റെ പേരിൽ പ്രത്യേകിച്ചൊരു വിഷമുണ്ട്. അതെന്താ? കാസിമിക്കുന്ന ആ വിഷമം കാണുന്നു. എന്താ വിഷമം? ഈ അനാവശ്യ ആളുകൾ ഉപയോഗിക്കും. സ്വരം കേട്ടാൽ ഒരു സുന്നി പ്രസംഗിക്കുന്നവർ പോലെ തോന്നുന്നു. അതുകൊണ്ട് ആരും ആദ്യം പഠിക്കാക്കേണ്ടതില്ല. അനാവശ്യ പോലെ നേടി വലിച്ചിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യം എന്ന് വിചാരിക്കുമ്പോഴായിട്ട് വസ്തുവാക്കാറുള്ളൂ. ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുന്ന പോലും, ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുകയാണ് പോലും ഒരു വിചാരിച്ചൂരുടെ കുത്തകയാണെന്ന് നീട്ടി പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പോലും വേറെ ഒരു ആധാരത്തിലെന്ന മുസ്ലിയാർക്ക് മുന്നിൽ ആ പരാതി നീട്ടി വലിച്ചു ബാജാറ് നെട്ടോളി. എന്താ മുപ്പര ബാജ് നമുക്കൊരു നീട്ടി വലിച്ചു ബാജാറ് നെട്ടോളി. എന്താ മുപ്പര ബാജ് ഇയാളിങ്ങനെ ഈ നീട്ടി പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുകയാണ്. കാത്തിരിക്കുന്ന ആ വിഷമം കാണുന്നു. എന്താ വിഷമം? ഇയാൾക്കാണെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇവിടെ ആലോചന എതിർത്തുവോ കസേരയിൽ ഇരുന്നിട്ടിങ്ങനെ എപ്പം തുടച്ചിങ്ങനെ പ്രത്യേകമായ ആവഭാവങ്ങൾ അങ്ങനെ ചെയ്യുമ്പോ നമ്മളതിനെ വിമർശിക്കാൻ പോയിട്ടുണ്ടോ? ആശയപരമായി വിമർശിച്ചാൽ പോലെ കാസിബി നിങ്ങളെന്നെ അരാസ്തിക്കാറെന്ന് പറഞ്ഞ് എവിടെയോ വിമർശിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അത് നിങ്ങൾക്ക് എന്തൊരു അസൂയയാണല്ലേ? ഒരു കാര്യം കാസിമിയോട് പറയട്ടെ, വിമർശിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നവനാണ് ഈ ഉള്ളവനും. വന്നപ്പോ എല്ലാം ഒഴിവാക്കിയിട്ടാ പോകുന്നത്. അത് മാത്രം നിങ്ങൾക്ക് മാത്രം തരില്ല, കൊണ്ടുവന്നതാണ്. അതിന് ഞങ്ങൾക്കൊരു കാര്യവുമുണ്ട്. നിങ്ങളിതും പറഞ്ഞുകൊണ്ട് കുറെ പറ്റിക്കുന്നുണ്ട്. മനസ്സിലാക്കണത് എന്തിനാ പല്ലിങ്ങളൊക്കെ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തെല്ലാം വിഷയം നമുക്ക് വിഷയങ്ങളെന്ന് പറയാൻ. അപ്പൊ സഹോദരങ്ങളെ, അദ്ദേഹം നാലാമത് ആ വിഷയങ്ങൾ വിശദീകരിക്കുമ്പോൾ അതുപോലെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ സത്യത്തിൽ പ്രമാണങ്ങൾ കൊണ്ട് എതിർക്കാൻ കഴിയുന്നില്ല. ഹുസൈൻ സലഫി വളരെ വർണ്ണശബളമായി ഹൃദയസ്വർക്കായി അവതരിപ്പിക്കുന്നു. ആ അവതരണത്തെ ഇഷ്ടപ്പെടാത്തവർ, അല്ലെങ്കിൽ അത് ജനങ്ങളിൽ സ്വാധീനമുണ്ടാകുമ്പോൾ അതിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ആളുകൾ, അതിന്റെ അസുഖമാണെന്ന് അസുഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ആ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സഹോദരങ്ങളെ അംഗീകരിക്കുക. അത് അംഗീകരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പുണ്യം കിട്ടും, അല്ലേ? എന്നാൽ ഇപ്പോ അത് അംഗീകരിക്കാൻ മതമടമൂലികൾക്ക് സാധിക്കുന്നില്ല. ഈ പറഞ്ഞ അനസ് മുസ്ലിയാര് അബ്ദുറഹ്മാൻ സലഫിക്കൊന്നും തീരെ സാധിക്കുന്നില്ല. കാരണം എന്താ? അവരുദ്ദേശിച്ചതിലേക്ക് ഹുസൈൻ സലഫിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പണ്ട് ഏതൊരു ചങ്ങാതി പ്രാർത്ഥിച്ചില്ല കുറച്ചുകൂടി കുടുംബ സ്വത്ത് ഏട്ടനെന്തെങ്കിലും നീതിച്ചെടുത്തു. ഏട്ടനെന്ത് ചെയ്തു? അതുകൊണ്ട് നല്ല കടക്കെ തുടങ്ങി നല്ല ഗംഭീരമായ കച്ചവടം. അഞ്ചന് എത്ര നിരക്കിട്ടിട്ടും കച്ചവടം പുഷ്ടിക്കുന്നില്ല, വല്ലാത്ത നഷ്ടം. ഒരുപാട് കാലയാൾ വേഗം കുറച്ചോളെ എന്റെ ഏട്ടനെ പോലെ ഞാക്ക് നാദാ, എന്റെ ഏട്ടനെ പോലെ ഞാക്ക് നാദാ, എനിക്കും നല്ലൊരു കച്ചവടം കൊണ്ട് നല്ല കച്ചവടം ഉണ്ടായിട്ട് എന്ന് പറഞ്ഞ് അള്ളാഹുനോട് കുറേ കാര്യം മറുപടി കിട്ടാതായപ്പോ പിന്നെ മുപ്പത് വായിക്കണം. ഏതായാലും ഏട്ടനെ പോലെ ചിന്നാക്കുമെങ്കിൽ ഇന്നെപ്പോലെ എന്റെ ഏട്ടനെ ആക്കി കുറച്ചോളെ എന്ന് പറഞ്ഞ വഴിയാണ് ഇപ്പൊ സത്യത്തിന് ഈ ചെങ്ങൈമാരുടെ അവസ്ഥ. ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫി അതുപോലെ തന്നെ അനസ് മുസ്ലിയാരൊക്കെ സഹോദരങ്ങളെ കണക്കിന് ഹുസൈൻ സലഫി ആദർശം കൊണ്ടല്ല നേരിട്ടത്,
അദ്ദേഹത്തിന്റെ ശൈലി എടുത്തു പറഞ്ഞ് വിമർശിക്കാൻ ചെയ്തത്. അതുകൊണ്ട് വിമർശിക്കുന്ന ഭാഗങ്ങൾ കേൾക്കണം. അതോടൊപ്പം ഈ ആരോപണം പണ്ട് പേരോടും കാശ്മീരൊക്കെ പറഞ്ഞപ്പോ അനസുമുസ്ലിയാര് ആ ഹുസൈൻ സലഫിയെ സംരക്ഷിച്ചുകൊണ്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ കേൾക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ നിലവാരം നമുക്കൊന്ന് അളക്കാൻ പറ്റുക. ഒന്ന് കേട്ടോളൂ. വശം ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുന്ന പോലും പ്രസംഗിക്കുകയാണ് പോലും ഒരു വിചാരിച്ചു ഇവരുടെ കുത്തകയാണെന്ന് നീട്ടി പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പോലും വേറെ ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ ടയർ വെച്ചത് വണ്ടി അനങ്ങില്ല. അപ്പൊ നോക്കി ഡ്രൈവറോട് നോക്കും, മൂപ്പർക്ക് ലൈസൻസ് ഇല്ല. അങ്ങനെ തിരിക്കുന്ന സ്റ്റിയറിംഗ് കഴിയില്ല. പിന്നെയോ പിന്നെ സ്റ്റാർട്ടൊക്കെ പോകാൻ മാത്രമേ വരക്കുള്ളൂ. വണ്ടി അനങ്ങില്ല. അവർ തൽക്കാലം പാട്ടിട്ട് വണ്ടി കേട്ടോ, നിങ്ങൾ പാട്ട് കേട്ടിട്ട് കുറച്ച് പാട്ട് പഠിച്ചതാണ്. ഒരിടത്തെ കരഞ്ഞ പാടി കേരളത്തിൽ. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഉഷാറുണ്ട്, കരഞ്ഞുള്ള പാട്ടാണല്ലോ. പിന്നെ നോക്കുമ്പോൾ കരച്ചിലും പറ്റില്ല. പാട്ട് ഇറങ്ങിത്തുടങ്ങി, പാടി ഇറങ്ങിത്തുടങ്ങിയില്ലേ. അതുകൊണ്ടാണ് ഈ കടപ്പുറത്ത് ജാഹിദ് പ്രസ്ഥാനം ആ പ്രസ്ഥാനം വെല്ലുവിളിച്ച് കുവൈറ്റിന്റെ മണി കാണിച്ച്, അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പറഞ്ഞ് പഠിപ്പിച്ച് ആൾക്കൂട്ടത്തിൽ വിളിച്ചുകൂട്ടി എന്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാട്ടുകാരന്റെ പാട്ട് പറഞ്ഞ് പഠിപ്പിച്ച് സലഫിയുടെ ശബ്ദം രൂപത്തിൽ അല്ലാത്ത എനിക്ക് ആ ശബ്ദമില്ലല്ലോ, എന്തിനാ വിഷമിച്ചത്. മൂപ്പര് അങ്ങനെ ആഴമല്ലാണ്ട് ഇപ്പോ ഇറങ്ങല ശബ്ദിച്ച് കുറച്ചൊക്കെ മൂപ്പരെക്കാളും എന്തായത് മുന്തരുത്. കേൾക്കുവാനേ കേൾക്കുമ്പോ മുന്തിപ്പോയി ശബ്ദമൊന്നുമില്ല, വളരെ പ്രയാസത്തോടെ. ഇത് അന്ന് ഒത്തിരി പേര് അനുഗ്രഹം എടുക്കാൻ മൂന്ന് വല്ലാണ്ട് എന്തൊക്കെ പറഞ്ഞത്. അതിനെ പാടിപ്പറഞ്ഞ വെല്ലുവിളിക്ക് ഓശാന പാടിയ പാട്ടുകാരുടെ ആ പാട്ടൊക്കെ തന്നെ അവജ്ഞയോടെ ഇസ്ലാഹി കേരളം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുമ്പ് പാട്ട് പാടുന്നത് കേൾക്കാൻ ഓടിക്കൂടിയിരുന്ന ആളുകളുടെ പകുതി പോലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ഈ കടപ്പുറത്ത് ഇത് മാസങ്ങളോളം പബ്ലിസിറ്റി നടത്തി ബഹുവർണ്ണ ചിത്രങ്ങള്, ബഹുവർണ്ണ പോസ്റ്ററുകള്, അത് കാസർഗോഡ് മുതൽ അങ്ങ് മംഗലാപുരം വരെ കർണാടക, തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിൽ മുഴുവനും നടന്ന് പരസ്യം ചെയ്തിട്ടും ഒരു പിടി ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സലഫിയുടെ ശബ്ദം രൂപത്തിൽ അല്ലാത്ത എനിക്ക് ആ ശബ്ദമില്ലല്ലോ, എന്തിനാ വിഷമിച്ചത്. മൂപ്പര് അങ്ങനെ ആഴമല്ലാണ്ട് അതിപ്പോ ഇങ്ങനെ ശബ്ദിച്ച് കുറച്ചൊക്കെ മൂപ്പരെക്കാളും എന്തായാലും മുന്തരുത്. കേൾക്കുവാനേ കേൾക്കുമ്പോ മുന്തിപ്പോയി വളരെ പ്രയാസത്തോടെ. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകുന്ന ആ നിഅമത്ത്, ആ അനുഗ്രഹം, അത് ഓരോരുത്തർക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്. അതിലുള്ള അസൂയ അത് മൂത്തുകൊണ്ട് നടത്തിയ പ്രകടനമാണ് കണ്ടത്. സഹോദരങ്ങളെ, ഈ ഇരട്ടത്താപ്പ് ഇതിന് ഇങ്ങനെയല്ലാതെ എങ്ങനെ മറുപടി നൽകുക? ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ അനസുമുസ്ലിയാർക്ക് ഞാൻ പല സ്ഥലങ്ങളിലും നൽകാറുള്ള മറുപടി സത്യത്തിൽ എന്താണ്? അനസുമുസ്ലിയാരെ കൊണ്ടല്ലേ. ഏതുപോലെ ചോദിച്ചാൽ ഈ പുല്ലാക്കൊണ്ട് മെഴുക്കലിന് ഏർപ്പാട് നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഈ കൊപ്ര നെല്ല് കൊണ്ടേക്ക് ആട്ടുമ്പോൾ നെയ്യും വെളിച്ചെണ്ണ കിട്ടും. ആ വെളിച്ചെണ്ണ നമ്മൾ കൈമലാകുമ്പോഴോ ആ പുല്ലാക്കൊണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യും? ഒന്നാൾ തളവും. അപ്പൊ വെളിച്ചെണ്ണ ചെയ്യും എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മൾ കൃത്യമായിട്ട് അലാപ്പായി തീർത്താണ്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടല്ല ഈ ഉള്ളവൻ 10-12 സ്ഥലങ്ങളിൽ പസർ പറയല്ല വന്നിട്ട് അനസുമുസ്ലിയാർ എവിടെയും വന്നിട്ടില്ല. സക്കരിയാസലായാലും ഇങ്ങനെ വെല്ലുവിളിക്കുക, കൊണ്ടുപോകോ സക്കരിയാസലായി, എന്തിനാ മോഷണ കൊല്ല ഇമ്പൽ കൗൺസിലിയാരെ നിങ്ങളടുത്തുള്ള ഈ പഴകിപ്പൊളിച്ച മടകൂരിച്ചും നമുക്ക് ഊരിച്ചതും അതൊരു പുതിയ കുപ്പിയിൽ എത്രയോ നൽകി ആക്കി തന്നിട്ട് അതിങ്ങനെ ജനങ്ങളും പോയി കവിത ചരണം ചെയ്യുന്നതിന് എയിമുള്ള വളരെ പാണ്ഡിത്യമുള്ള നിലവാരം നല്ലമുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവരണം. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ മതി കേരളത്തിൽ. പക്ഷേ നമ്മള് മറുപടി പറഞ്ഞാൽ പോയാൽ പിന്നെ മുസ്ലിംകാരെ കടന്നു വരില്ല, മൂക്കേറിട്ട് വലിച്ചാലും വരില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏത് നിലക്കും കൊണ്ടുവരാൻ കഴിയുന്ന പ്രാണിയും തന്റെ അളവും തറവാടിത്തമുള്ളവരുണ്ടല്ലോ, കൊണ്ടുവരിക മുസ്ലിംകാരെ മൂക്കേറിട്ട് വലിച്ചാലും വരില്ല. മുസ്ലിംകാർ മറുപടി പറയില്ല, അങ്ങനെ പോകും.
അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജിന്നും വണ്ടിയില് സെക്രട്ടറിയാത്തലായ കുറെ ആളുകളെ കയറ്റി എന്നിട്ട് അവസാനം ആളുകളിൽ അതിൽ നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കടപ്പത്തിലുള്ള ആൾക്കാർ കൂടിയപ്പോ മൂപ്പർ വിചാരിച്ചാലോ ഇതൊക്കെ ജിന്നും വണ്ടിയിൽ ഇറങ്ങിയതാണ്. ഏതോ സത്യത്തില് ആദ്യകാലത്ത് ഇപ്പോ ഇതിനിടയിൽ ശിൽപ്പാരോപണ സദസ്സുകളിൽ ആളുകൾ തീരെയില്ലാതെ നിരാശരായി നിങ്ങൾ നടന്നു. കോഴിക്കോടിനൊക്കെ ഒരു അല്പം ആളെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചതൊക്കെ അതാണ്. അല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മതമൂലിസത്തിന്റെയും ഒരു വേള പറഞ്ഞ തുകൂലികൾ കൊണ്ടു നടക്കുന്ന ആദർശങ്ങളോടും സാമ്യം വെച്ചു തുടങ്ങി. അപ്പൊ അവർക്കൊന്നും ശത്രുക്കളല്ല. ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് തലവേ